6 മണിയായി റൂമിൽ വന്നു. ഇന്ന് ഞാൻ എപ്പോൾ ഇറങ്ങിയതാ റൂം അന്വേഷിച്ച് ഞങ്ങൾ ഉച്ചയായപ്പോൾ ഇറങ്ങിയതാണ്. ഒന്നും സെറ്റായിട്ടില്ല. ആകെ നമുക്ക് ഒരെണ്ണം സെറ്റായത് അതാണെങ്കിൽ അവിടെ ഇപ്പോൾ താമസിച്ചുകൊണ്ടിരിക്കണവർ താക്കോലും കൊണ്ട് പോയതുകൊണ്ട് നമുക്ക് റൂം തുറന്ന് കാണാൻ പറ്റിയില്ല. പക്ഷെ അവിടുത്തെ ഓണർ പറഞ്ഞത് 6 മണിയാകുമ്പോൾ വിളിക്കും, ആ സമയമാകുമ്പോൾ വരാനാണ്. പക്ഷേ ഇതുവരെയായിട്ട് നോ റെസ്പോൺസാണ്. ഇനിയിപ്പോൾ നമ്മൾ നാളെയും വീട് അന്വേഷിച്ച് പോകണം. ഇവിടെ ഇപ്പോൾ വീട് അന്വേഷിക്കാൻ പോയപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഗേൾസിന് കുറേ പി ജി ഉണ്ട്. പക്ഷേ പി ജിയിൽ നമുക്ക് ഫുഡ് കുക്ക് ചെയ്യാനുള്ള സംവിധാനമില്ല. അതാണ് മെയിൻ. പിന്നെ പി ജി എനിക്കിഷ്ടമല്ല. നമുക്ക് സെപ്പറേറ്റ് വീടായിട്ട് തന്നെ വേണം. പക്ഷെ അത് ഫാമിലി ആയിട്ട് അവർക്ക് കൊടുക്കാനും പറ്റില്ല. ഗേൾസിന് മാത്രമായിട്ട് കിട്ടാൻ ഭയങ്കര പാടാണ്. പിന്നെ വേറെ ഒരു ഇതെന്ന് വെച്ചാൽ ചിലയിടത്തൊക്കെ പൈസ കൂടുതലാണ്. ഒരെണ്ണം ഞാൻ പോയി കണ്ടിരുന്നു, അത് ഞാൻ വീഡിയോ എടുത്തില്ല. 45,000. അതെന്തോ ഞാൻ ഏതൊരു 5 സ്റ്റാർ ഹോട്ടലിൽ ചെന്നൊരു ഫീലായിരുന്നു എനിക്ക്. നല്ല സെറ്റപ്പ് നന്നായിട്ടുണ്ട് കേട്ടോ. പക്ഷെ പറ്റില്ലല്ലോ നമുക്ക്. ഇനിയിപ്പോൾ നാളെ നമുക്ക് വേറെ കുറച്ച് സ്ഥലത്ത് പോകണം. ഇപ്പം നമുക്ക് ഫോണിനകത്ത് സെർച്ച് ചെയ്തിട്ട് കുറേ സ്ഥലങ്ങൾ കണ്ടുവച്ചിട്ടുണ്ട്. അവിടെയൊക്കെ റെൻറ്റ് കുറവാണ്. 21,000 16,000 അത്ര, എന്തായാലും 30,000 താഴെയാണ്. ഇനി നാളെ അവിടെ പോയി നോക്കാം. ഇതിന് എത്ര ദിവസം ഞാനിങ്ങനെ തെണ്ടി അടിച്ച് നടക്കണമെന്ന് എനിക്കറിയില്ല. ഇനി ഒന്നും കിട്ടില്ലെങ്കിൽ നമ്മളിവിടെ തന്നെയായിരിക്കും. ഇവിടെ അറിയില്ല. അപ്പം ഞാനിന്ന് പോയി റെഡി ആവട്ടെ. ആകെ ക്ഷീണിച്ച് മുഖത്ത് മൊത്തം പൊടിയടിച്ച് കയറിക്കളും. തുടക്ക സമയത്ത് പൊടിയില്ല, പക്ഷെ വൈകുന്നേരം ആയപ്പോൾ കുറച്ച് പൊടിയൊക്കെ അടിച്ച് കയറി. ഇനി ഒന്ന് ഇതാക്കണം, അല്ലെങ്കിൽ എനിക്ക് പറ്റില്ല. ശരി, വീണ്ടും രണ്ടാമത്തെ സ്ഥലത്തേക്കാണ് എത്തിയേക്കുന്നത്. പക്ഷെ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഈ സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് കൊള്ളാട്ടോ. ഇതാണെന്ന് തോന്നുന്നു നമ്മൾ നോക്കാൻ പോണ റൂം. പക്ഷെ ആ റൂമിൻ്റെ കീ മാത്രമില്ല. ചുമ്മാ അതുകൊണ്ട് ബാൽക്കണി ഏരിയ ഒന്ന് കാണാൻ വേണ്ടി വന്നേക്കാണ്. കൊള്ളാം. ഹായ് ഹായ് ബോലോ. എന്നെ ഇഷ്ടമായില്ല. ഇത് മറ്റേ സിനിമ പോലെ എൻ്റെ ചുറ്റും കൂടിയേക്കാണ്. എന്നെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് 3 പേര്. ഇവിടെ നല്ല വെയിലുണ്ട്. ഇവിടെ ഇപ്പോൾ തണുപ്പായതുകൊണ്ട് കുറേ നാളുകൾക്ക് ശേഷമാണ് ദേഹത്ത് വെയിൽ കൊള്ളുന്നത്. ഇതൊന്ന് തുറക്കട്ടെ അല്ലേ? തുറക്കാൻ. അയ്യോ, ഇത് ജാമായിട്ടോ. ഇനി കുറച്ച് കഴിയുമ്പോ എവിടെയെങ്കിലും തല ഇറങ്ങി ഞാൻ വീണെടുക്കണ്ട. നോക്കിക്കോ. Are you from Kerala? Yes, I'm from Kerala. But you don't look like from Kerala. Okay. Yeah, you look like a North Indian. കുറേ വെയിൽ കൊണ്ടിട്ടാണ് തോന്നുന്നു തല ഭയങ്കരമായിട്ട് വേദന എടുത്ത് തുടങ്ങി. നടന്ന് ഇപ്പം നമ്മൾ മാർക്കറ്റിലാണ് എത്തിയേക്കുന്നത്. ആകെ ഞാൻ കാണിച്ച ആ റൂം തുറക്കാത്ത ആ ഒരു വീടില്ലേ, അത് മാത്രമാണ് ഇപ്പോൾ തൽക്കാലം ഫിക്സ് ആയിട്ടുള്ളൂ. വേറൊരു സ്ഥലത്തും കിട്ടിയിട്ടില്ലേ. എല്ലാവരും ഫാമിലിക്കാണ് കൊടുക്കുന്നത്. പിന്നെ ഉള്ളത് പി ജി പോലത്തെയാണ്. അവിടെ വേണ്ട. ഇപ്പം നമ്മൾ കരിമീൻ ജ്യൂസ് കുടിക്കാൻ പോവാണ്. വേനൽക്കാലത്ത് കരിമീൻ ജ്യൂസ് നല്ല ഈ സമയത്തേക്ക് ജ്യൂസ് വേണം. ആ ചേട്ടൻ അവിടെ ഉണ്ടാക്കണം. ഇനി നമ്മൾ മാർക്കറ്റിൻ്റെ ഏരിയയിലേക്കാണ്. അടുത്ത് നടന്ന് എനിക്ക് വിശപ്പ് തോന്നുന്നില്ല. പക്ഷെ ഭയങ്കര ഉറക്കം വരുന്നുണ്ട്. കുറേ നേരം പോട്ടുമായിരുന്നു. ഇവിടെ തണുപ്പൊക്കെ കുറഞ്ഞു തുടങ്ങിയെന്നാണ് തോന്നുന്നത്. വലിയ പ്രശ്നമില്ല. പക്ഷെ ചെറുതായിട്ട് തണുപ്പുണ്ട്. ഞാനിങ്ങനെ മാറ്റി നോക്കി. ചായ പിന്നെ ഒരു വീക്ക്നെസ് ആണല്ലോ. പക്ഷെ ഇവിടെ അങ്ങനെ കട്ടൻ ചായ ഒന്നും പുറത്ത് കിട്ടില്ല. പാൽ ചായ കിട്ടുള്ളൂ. നിൽക്കുന്നൊന്നും പറയാൻ വയ്യാത്ത വായലൊന്നും വെച്ച് ഞാൻ തരില്ല കേട്ടോ. ഇവൻ
നടക്കണേ വായ വെച്ച് ഞാൻ തരില്ല പോ. ജിമ്മി ജിമ്മി നീ എൻ്റെ കൂടെ വരുന്നുണ്ടോ ജിമ്മി? ജിമ്മി വരുന്നുണ്ടോ? വരുന്നുണ്ടോ കൂടെ? നിന്നെ എനിക്ക് വേണ്ട, നിന്നെ എനിക്ക് വേണ്ട. Thank you.